എങ്കിൽ 2 കുട്ടികൾ വേണം. പോരാ, 3 കുട്ടികൾ വേണം. വേണ്ട, 2 എണ്ണം മതി. അല്ല, 3 കുട്ടികൾ വേണം. അതെന്തിനാ 3 കുട്ടികൾ? 2 എണ്ണം കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി. അതുകൊണ്ട് 3 കുട്ടികൾ വേണം. പൊന്മാനോ? അല്ല, പൊന്നേമാനെ എന്ന് വിളിച്ചതാ. ആ ഭടോ. ഓന്തോ? ഓന്തോ എവിടെ? ഓ, എന്തോന്ന് വിളിച്ചതാ. ഓഹോ, ഞാൻ പേടിച്ചു പോയല്ലോ. അതെ രാജൻ, ഈ ബടൻ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി കാണ്ടാമൃഗമെന്ന് വിളിച്ചു. ഓഹോ, അത്രക്കായോ? എടാ രാജൻ, അടിക്കണ്ടായിരുന്നു, ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ? എന്നാലും അതല്ലല്ലോ, ഇവന് കണ്ടാമൃഗത്തെയും മരപ്പട്ടിയെയും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? അതെ അതെ. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ നിറകുടം പോലെ ഒരു പെണ്ണല്ലേ? ഇതാണോ നിറകുടം? അണ്ടാവിനെ നിങ്ങളുടെ നാട്ടിൽ നിറകുടം എന്നാണോ പറയുന്നത്? പറയൂ റാണി, പറയൂ. പടോ, എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അത് വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ്. പടോ, എന്താ തീ കൊണ്ടുപോകുന്നത്? അത് സേനാനായകൻ പിടിച്ച പുലിയാണ് പ്രഭു. ഓഹോ, അപ്പോൾ കൊണ്ടുപോകുന്നതോ? അത് പുലി പിടിച്ച സേനാനായകൻ. ഓഹോ, അപ്പോൾ സേനാനായകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മന്ത്രി. എന്താ രാജൻ? തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് തമ്പുരാൻ? മന്ത്രിക്കറിയാമല്ലോ, കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ്. നമുക്കത് അറിയാൻ രാജൻ. അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കേ സാധിക്കും. ആരാണ് വന്നത്? നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ. കത്തിക്കാൻ? അല്ല, എത്തിക്കാൻ പറയും. പണ്ടവങ്ങ് നാക്കി ഈടേറ്റ് പോകാനില്ല. രാജൻ പറഞ്ഞു തീർന്നില്ല, ദാ ഗുരു എത്തിയല്ലോ. ഗുരു, നമ്മെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരും. ഞാനും എന്റെ കുടുംബവും. ആട്ടരാജൻ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അങ്ങേക്കറിയാമല്ലോ, 25 വർഷമായി നമുക്ക് കുട്ടികളില്ലാന്ന്. നമുക്കല്ല, നിനക്ക്. അതാദ്യം മനസ്സിലാക്കണം. എനിക്ക് പലയിടത്തായിട്ട് 10-16 ഉണ്ട്. പിന്നെ ഒരവസരം കൂടി തന്നാൽ. പറയുന്നോടാ. അതല്ല, ഒരവസരം തന്നാ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ഒരടി വേസ്റ്റ് ആയി പോയി. സോറി ഗുരു. പറയൂ. രാജൻ, എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ശരിയാ, മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത്? ഗുരു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ജാഹരൻ കണിയാനെ വിളിച്ച് റാണിയുടെ മോദകം ഒന്ന് കാണിക്കണം. എന്നാ? അല്ല, ആ മോഹൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം. എന്തിന്? ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആവശ്യവുമില്ല. രാജൻ അറിയുമോ, ചുട്ട കോഴിയെ തിന്നവനാ ഞാൻ. കഷ്ടം, ആ കോഴിയുടെ ഒരു ഗതികേടേ. രാജൻ, ആ റാണി എവിടെ? 3 ആണി ഭിത്തി തറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 ആണിയും കൊണ്ട് ആ പണം പോയി. ഓ, അതല്ല, റാണി എവിടെന്ന്. ഓഹോ, ഞാൻ തെറ്റിദ്ധരിച്ചു. രാജൻ, അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാനിപ്പോ ഗുണിച്ചു പറയാം. അല്ല, ഗണിച്ചു പറയാം. പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം. പിന്നെന്താ, 5.5 സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം. അല്ല, 5.5 സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം. ഓഹോ, അങ്ങനെ. കുളികൻ, ശുക്രൻ, ബുധൻ, വ്യാഴം. എന്താ ഗുരു കൊറിക്കുന്നത്? കപ്പലണ്ടിയാണോ? അല്ല, കവടിയാ. എന്താ, 2 കിലോ എടുക്കട്ടെ? വത്സന്റെ ഭാര്യ പെറണോ വേണ്ടയോ? അത് വത്സൻ തീരുമാനിച്ചോളും. എന്റെ കാര്യം പറ. ഓ, അത് ശരി. രാജൻ, ഇനി റാണിയുടെ കുചൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആരെവിടെ? എത്രയും പെട്ടെന്ന് റാണിയുടെ കുചനെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. അതല്ല രാജൻ, ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല. ഓ, അത് സാരമില്ലെന്നേ. ശുക്രൻ അളിയനെ നമുക്ക് പറഞ്ഞു വിലക്കാം. പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവര് കോങ്കണ്ണുള്ളത് കൊണ്ടാ. ഇതൊക്കെ ആരോട് പറയാൻ? ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്. മഹാരാജൻ, മഹാരാജൻ, അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? അതൊന്നും എനിക്കറിയില്ല. 4:30 ശവടക്കാന്ന് കേട്ടു. ഗുരുവേ,
അങ്ങേക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകൈ വളകളകൾ. നിന്റെ ഒരു വളകളകൾ അങ്ങോട്ട് മാറിയില്ല. ഗുരുവേ, നമ്മുടെ ഈ ബന്ധം നാട്ടുകാരറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ? ഭയങ്കരി. അല്ലെങ്കിലും അതെ, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. നെഞ്ചിലഞ്ച് രോമം ഇല്ലാത്തവൻ വഞ്ചകനെന്നാ പ്രമാണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾ മുഴുവനും വഞ്ചകിമാരാകണമല്ലോ രാജ്ഞി. എന്റെ കണവാ. കണവാന്നോ? ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി. പ്ലീസ്, വല്ല തിമിംഗലമെന്നോ സ്രാവെന്നോ ഒക്കെ ഒന്ന് വിളിച്ചുകൂടെ? ഗുരു, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ആറ്റു നോറ്റിരിക്കുകയാണ്. ഇതാ കുഴപ്പം. രാജാവ് വല്ല ആറ്റിൽ നോക്കിയത് അങ്ങനെ കുട്ടികളുണ്ടാവുന്നത്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങ് അകലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികളുണ്ടാവും. ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം. അതാ നല്ലത്. ചേട്ടാ, ഈ പാട്ടിനെ കാണുന്നില്ലല്ലോ. ഈ പണ്ടാറപ്പാട എവിടെ പോ വിളിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കണമല്ല. ഒരു കാര്യം ചെയ്യാം. ഇതാ രാജാവിന്റെ കുഴപ്പം. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കും, രാജാവ് വിളിക്കും, സാറ്റടിക്കും. ഇനി ഞാൻ രാജാവിന്റെ കൂടെ കളിക്കാനില്ല. അങ്ങനെ പിണങ്ങി പോവാനുള്ള പറയേ. മരുന്നിന് വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരുവിനെയും കാണുന്നില്ലടവേ. പറഞ്ഞു തീർന്നില്ല. ദാ വരുന്നു മഹാരാജൻ. അവർ മന്ത്രി പോയ കാര്യം എന്തായി? എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു. ഇതാ ആ ദിവ്യ ഔഷധം. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം. അരുത് രാജൻ, അരുത്. ഇത് റാണി അല്ല കഴിക്കേണ്ടത്. പിന്നെ അങ്ങ് വേണം കഴിക്കാൻ. എന്ത്? അതേ രാജൻ, ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത്. എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ. അതും ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്. ശരി, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ്. മഹാരാജൻ, എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. അങ്ങേക്കറിയാവല്ലോ, എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ്. അതുകൊണ്ട് അങ്ങൊന്ന് കുനിഞ്ഞ് അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ്സുണ്ടാവണം. മഹാമന്ത്രി, അങ്ങയുടെ പുത്രദുഃഖം നാവും മനസ്സിലാക്കുന്നു. ഇതാ, ഇതിൽ നിന്നും അല്പം എടുത്ത് താങ്ങിക്കൊള്ളൂ. മഹാരാജൻ, അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി. അപ്പൊ ഈ മരുന്ന് എന്തായാലും വേസ്റ്റാക്കി കളയണ്ട, കഴിച്ചേക്കാം. മഹാരാജൻ, മഹാരാജൻ, എന്താ പടാ? നമ്മുടെ നന്ദിനി പശു പ്രസവിച്ചു നല്ല ഒരു കാളക്കുട്ടി. കേരളീയത എന്നും നമ്മുടെ ചിരകളിൽ തുടിപ്പുകൾ ഉണർത്തുന്നു. കുട്ടനാടൻ ഗാനങ്ങളായാലോ? കുട്ടനാടൻ പുഞ്ചയിലെ ഓളങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ മുന്നിലെത്തുന്നു മനോജ് കെ ജയനും കൂട്ടരും. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കുടങ്കം വെട്ടി ഞാൻ ഇളകള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ധീര 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 ചെറുതിരതുള്ളും ധീര 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 ചെറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം ഹൈ 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 ഹൈ. ധീര 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 ചെറുതിരതുള്ളും ധീര 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 മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം ധീര 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 ചെറുതിര ധീര മറുതിര ധീര ധീരയോട് ധീരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി കരയോട് ധീരമെല്ലെ മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. അന്തിക്കടപ്പുറത്തോരോലക്കൂടയേട് ആരും കുട്ടി ഉറക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്ന
തെരകളല്ല ചെമ്മാനം വാഴണ തുറകരയൻ അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പരു പോണതണേ നിങ്ങളുടെ പുറത്തൊരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ് തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മൊത്തു കണക്കൊരു കൊച്ചുകിട അത്തുരുതിച്ചു വരുന്നതുകൾ കലക്കൊടി തട്ടി കലവിന് കൂട്ടണ താളത്തുമ്പികളായി വിളിച്ചണ്ടകൾ അലറിത്തരികട മേലമടിച്ചു മുടക്കും ചാകര വന്ന് കണക്കു മടപ്പുറമാകെ തരികടത് മൃതത്തെ തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തു കണക്കൊരു കൊച്ചു കിടാത്തരുതിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലപില കൂട്ടണ താളത്തുമ്പികളായി പറയച്ചണ്ടകൾ അലറിത്തരികട മേളമടിച്ചു മുഴക്കും ചാകര വന്ന കണക്കുമടപ്പുറമാകെ തരികട തിമൃതത്തെ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവനിന്നു കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പില് വല്ലമിറങ്ങിയ നമ്മടി കൂടാളത്തിൽ താളം മാലത്തോടികളും തുള്ളി കുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികട മൃതത്തെ തുറകളിൽ ഇന്നൊരു തൊടുകുളി മേളത്തായം പകയുടെ ചെമ്പട മുറുകി കാലുകളുടെ കാലിച്ചട്ടകളുടെ ഇടയിലകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കര് നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തൊടുകുളി മേളത്തായം പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിലകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കല് നല്ലത് പാടി ആ തണ്ടട് വലകട് വടപട മൊഴികളിൽ അലികളുടെ തകിലടി മുറുകി തണ്ടട് വലകട് വടപട മൊഴികളിൽ അലികളുടെ തകിലടി മുറുകി കുട്ടനാടൻ കായലിലെ കിട്ടുവെള്ളം തുഴയുമ്പോ പാട്ടുന്നു വാടടി അക്കറുമ്പി ഇനി കോട്ടയം നസീറിന്റെ ഒരു ഉഗ്രൻ വൺമാൻ ഷോ നമുക്ക് ആസ്വദിക്കാം. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിനോദ മാധ്യമം എന്ന് പറയുന്നത് ആകെ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ ദൂരദർശനിലായിരുന്നെങ്കിൽ ഇനി ലോകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവർക്കൊരു ഒറ്റ ഫേസേ ഉള്ളൂ, ഒറ്റ എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ. നമസ്കാരം, പ്രധാന വാർത്തകൾ എന്നും പറഞ്ഞൊരു ഒറ്റ ഇരിപ്പും വായനയാണ്. പക്ഷെ ഇപ്പോഴതല്ല, കയ്യിലൊരു പേനയൊക്കെ എടുത്തിട്ട് വളരെ ക്യാഷ്വലായിട്ടാണ് വാർത്തകൾ വായിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ട അതുപോലത്തെ ഒരു വാർത്തയാണിത്. നമസ്കാരം, പ്രധാന വാർത്തകൾ. കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം, ഏതാണ്ട് 45ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. കൂത്താട്ടുകുളത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബാബു ഇപ്പോൾ ലൈനിലുണ്ട്. ബാബു, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏകദേശം എത്ര പേരാണ് വെള്ളപ്പൊക്കത്തിൽ മരിച്ചിരിക്കുന്നത്? എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു? അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബാബു, കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് പറയും. നിതീഷ്, ഇവിടെ ഇപ്പോ ഏതാണ്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറി എന്റെ കാൽപാദം കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കയറി എന്റെ മുട്ടുവരെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ അരഭാഗം കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കയറി എന്റെ ചെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എന്റെ തോള് കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കയറി എന്റെ താടി കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ ബാബുവിന്റെ ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് അവതാരകരുണ്ട്. ആ അവതാരകരൊക്കെ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ ടി വിയിൽ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളൊരു അവതാരകനുണ്ട്. നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പറയുന്ന ഒരു ജോത്സ്യനുണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ. അനന്തൻ അജ്ഞാതൻ എന്നാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. തലയ്ക്ക് അടികൊണ്ട മാതിരി ഇരിക്കുന്ന കണ്ണുമിഴിച്ചിരിക്കുന്ന ഒരു ജോത്സ്യൻ, ആറ്റിങ്ങൽ രാധാകൃഷ്ണൻ. നമുക്ക് അദ്ദേഹം ഈ ആഴ്ചയിൽ നിങ്ങളുടെ വാരഫലം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നമസ്കാരം, അനന്തൻ അജ്ഞാതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇനിയോ